ലേൺ ടു വിൻ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചിരുന്നല്ലേ, ഒരു ഇൻഡിവിജ്വലിനകത്ത് ഇന്റലിജൻസ് ഉണ്ടാവണമെങ്കിൽ എന്താ, അതിന് 2 ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുണ്ടെന്ന് ചില സൈക്കോളജിസ്റ്റുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഗിഫോൾഡ് പറഞ്ഞത് എങ്ങനെയായിരുന്നു, 2 ഫാക്ടേഴ്സ് അല്ല, അതിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് ഓപ്പറേഷൻസ് ആണ്, പ്രോഡക്ട്സ്, പിന്നെ അങ്ങനെ കുറേ എണ്ണം ഉണ്ടെന്ന് ഗിഫോൾഡ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറേ ഫാക്ടേഴ്സിനകത്തും അതിനകത്ത് കുറേ എലമെന്റ്സ് ഉണ്ടെന്നും ചില സൈക്കോളജിസ്റ്റുകൾ തിയറീസിനകത്ത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ചാണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കൊണ്ടുവന്നിരിക്കുന്ന ആരാണ്? ഹൊവാർഡ് ഗാർട്ട്നർ ആണ്. 1983. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ Howard Gardner in 1983. An individual have at least 9 multiple intelligence. They are ഒരു വ്യക്തിയിൽ അറ്റ്ലീസ്റ്റ് ഒരു 9 മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടൈപ്പ് എങ്കിലും കാണും എന്നാണ് ഹൊവാർഡ് ഗാർട്ട്നർ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിൽ പരാമർശിച്ചിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ. ഫസ്റ്റ് വൺ, ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, interpersonal intelligence, visual or spatial intelligence, naturalistic intelligence, musical or rhythmic intelligence, logico-mathematical intelligence, linguistic or verbal അല്ലെങ്കിൽ ലാംഗ്വേജ് പരമായിട്ടുള്ള ഇന്റലിജൻസ്, എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. ഈ 9 ടൈപ്പുള്ള മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് ഒരു വ്യക്തിയിൽ കാണപ്പെടുന്നതെന്നാണ് ഹൊവാർഡ് ഗാർട്ട്നർ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേതാണ് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു യൂസ് മെന്റൽ എബിലിറ്റീസ് ടു കോർഡിനേറ്റ് ബോഡിലി മൂവ്മെന്റ്സ്. ശരീരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ ഏതൊരു കാര്യവും ശരീരം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മെന്റൽ എബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു അഥവാ മെച്ചപ്പെടുത്തുന്നു. അത്തരം കഴിവുകളുള്ള ആൾക്കാരുടെ ഉള്ളിലുള്ള സ്കിൽസ് ആണ് ഇത് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. അത് ആരിലൂടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ഡാൻസേഴ്സ്, സ്പോർട്സ്, ഈ നൃത്തം കളിക്കുന്നവർക്കില്ലേ, സിനിമാറ്റിക് ഡാൻസ് ആയാലും ക്ലാസിക്കൽ ഡാൻസ്, അവരൊക്കെ കളിക്കുമ്പോൾ കാൽ മൂവ്മെന്റ്സിലൂടെയും ഹാൻഡ്സ് മൂവ്മെന്റ്സിലൂടെയൊക്കെ പോകുമ്പം അവരുടെ മെന്റൽ എബിലിറ്റീസ് കൂടുകയില്ലേ. സ്പോർട്സിലൊക്കെ ആണെങ്കിലോ ബാഡ്മിന്റൺ, ഫുട്ബോള്, ക്രിക്കറ്റ്, അതുപോലുള്ള ഓട്ടം ചാട്ടം, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവരുടെ ശരീരം അല്ലെങ്കിൽ മൂവ്മെന്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ മെന്റൽ എബിലിറ്റീസ് എന്നാ ക്രിയേറ്റ് ചെയ്യുകയാണ്, മേക്കപ്പ് ചെയ്യുകയാണ്. അത്തരം എബിലിറ്റി ഉള്ള ഈ ആൾക്കാരുടെ എന്താണ് ഏറ്റവും കൂടുതൽ ഇന്റലിജൻസ് കാണുന്നത്? ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. രണ്ടാമത്തേതാണ് ലിംഗ്വിസ്റ്റിക് ഓർ വെർബൽ ഇന്റലിജൻസ്. ഇറ്റ് ഇൻവോൾവ്സ് സെൻസിറ്റിവിറ്റി ടു സ്പോക്കൺ ആൻഡ് റിട്ടൺ ലാംഗ്വേജ്, ദി എബിലിറ്റി ടു ലേൺ ലാംഗ്വേജ് ആൻഡ് ദി കപ്പാസിറ്റി ടു യൂസ് അക്കംപ്ലിഷ് സെർട്ടൻ ഗോൾസ്. ഇപ്പം നമുക്ക് ഒരു ഗോള് കിട്ടാൻ വളരെ അത്യാഗ്രഹിച്ചിരിക്കുക എന്ന് വെച്ചാൽ നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് നേടണം എങ്കിൽ നമുക്കൊരു ഭാഷ വേണം. നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് നേടണമെങ്കിൽ നമുക്കൊരു ഭാഷ ഉണ്ടായിരിക്കാം. ഇപ്പം ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച് നല്ലതായിട്ട് അറിയാമെങ്കിൽ, ഇംഗ്ലീഷ് ഭാഷ നമുക്ക് നല്ലതായിട്ട് അറിയാമെങ്കിൽ അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യമേയും നല്ലതായിട്ട് ലീഡ് ചെയ്യാനും സംസാരിക്കാനും പറ്റും. നമുക്ക് സ്റ്റോറി എഴുതാൻ നല്ല കഴിവുണ്ടെങ്കിൽ സ്റ്റോറി എഴുതാം. ഇപ്പൊ കവിത എഴുതാനുണ്ടെങ്കിൽ നല്ലതായിട്ട് കവിത എഴുതി പബ്ലിഷ് ചെയ്യാം. പിന്നെ സ്റ്റേജിൽ ഈ പ്രസിഡന്റ് അതുപോലെ ചീഫ് ഗസ്റ്റേഴ്സ് ഒക്കെ സ്പീച്ച് ചെയ്യുന്നില്ലേ, ഇംഗ്ലീഷ് സ്പീച്ചസ് ഒക്കെ പറയുന്നില്ലേ. അതുകൊണ്ട് അവർ നല്ലൊരു ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഒരു ഭാഷ നല്ലതായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർക്ക് നല്ലതായിട്ട് കീപ്പ് ചെയ്ത് നല്ല കോൺഫിഡൻസോടെ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്, ജനങ്ങളിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരം ഒരു സ്കിൽസ് ഉള്ള അത്തരം എബിലിറ്റീസ്, അത്തരം ലാംഗ്വേജ് മെന്റൽ എബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ കാണപ്പെടുന്ന ഇന്റലിജൻസ് ആണ് ഇത് ലിംഗ്വിസ്റ്റിക് ഓർ വെർബൽ ഇന്റലിജൻസ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ എന്നാ, പിന്നെ റൈറ്റേഴ്സ്, പിന്നെ ഓതേഴ്സ്, അങ്ങനെ. അടുത്താണ് മ്യൂസിക്കൽ ഇന്റലിജൻസ്. മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് കേൾക്കുമ്പോൾ എന്നാ, നല്ലതായിട്ട് പാട്ട് പാടാൻ കഴിവുള്ള ആൾക്കാരിൽ കാണപ്പെടുന്ന ഒരു ഇന്റലിജൻസ് ആണ് ഇത് മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദി സ്കിൽസ് ഇൻ പെർഫോമൻസ്, കമ്പോസിഷൻ ആൻഡ് അപ്രീസിയേഷൻ ഓഫ് മ്യൂസിക്കൽ പാറ്റേൺസ്. നമ്മൾ പാട്ട് പാടുമ്പോൾ അതിന്റെ മ്യൂസിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ്,
നോട്ട് എങ്ങനെയാണ്, അതിൻ്റെ കമ്പോസിഷൻ എങ്ങനെയാണ്, പിന്നെ നമ്മൾ എങ്ങനെ പാട്ട് പാടുന്നതിലൂടെ ഇരിക്കും എങ്ങനെ രീതിയിൽ നല്ല എക്സലൻ്റ് ആയിട്ട് രീതിയിൽ പെർഫോമൻസ് പാട്ട് പാടുന്നതിലൂടെ നല്ല പെർഫോമൻസിലൂടെ പാട്ട് പാടുന്നതിലൂടെ ഇരിക്കും പ്രേക്ഷകർ നമ്മളെ ഇഷ്ടപ്പെടാൻ, നമ്മുടെ പാട്ടിനെ ഇഷ്ടപ്പെടാനും നമ്മളെ ആരാധിക്കുന്നത്. അപ്പം ഇത്തരം മ്യൂസിക്കൽ സ്ട്രക്ചേഴ്സ് അതിൻ്റെ പാറ്റേൺസ് ഇവയെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ മ്യൂസിക് നല്ല പാട്ട് പാടുമ്പോൾ നല്ല പെർഫോമൻസിലൂടെ അത്തരം ഒരു എബിലിറ്റീസ് സ്കിൽസ് മേക്കപ്പ് ചെയ്യുക. അത്തരം ഒരു സ്കിൽസ് ഉള്ള ആൾക്കാരിൽ കാണപ്പെടുന്ന ഇൻ്റലിജൻസ് ആണ് ഇത് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് സിംഗേഴ്സ്, പിന്നെ ഗിറ്റാർ വായിക്കുന്നവർ കാണും, പിന്നെ പിയാനോ വായിക്കുന്നവർ കാണും. അവരിലൊക്കെ കാണപ്പെടുന്ന ഇൻ്റലിജൻസ് ആണ് ഇത് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അടുത്താണ് ലോജിക്കോ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. ലോജിക്കോ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ എന്താ, നമുക്കൊരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ആ ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം അത് എങ്ങനെയാണ് വന്നത്, അതിൻ്റെ റീസൺ എങ്ങനെയാണ്, നമ്മളത് ലോജിക്കലായിട്ട് ചിന്തിച്ച് നമ്മളൊരു ലാസ്റ്റ് ഒരു സൊല്യൂഷൻ ഒരു കൺക്ലൂഷനിൽ എത്തുന്നു. അതാണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ദി കപ്പാസിറ്റി ടു റീസൺ ഡിഡക്റ്റീവ്ലി, അനലൈസ് പ്രോബ്ലം ലോജിക്കലി, ക്യാരി ഔട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ഇഷ്യൂ സയൻറ്റിഫിക്കലി. ഒരു സോഷ്യൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഇഷ്യൂസ് എന്താണെന്ന് സയൻറ്റിഫിക് പരമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം ലോജിക്ക് പരമായിട്ട് അനലൈസ് ചെയ്യാനും, അതിൻ്റെ റീസൺ എന്നാൽ ഡിറ്റക്റ്റീവ് പരമായിട്ട്. ഡിറ്റക്റ്റീവ് എന്ന് വെച്ചാൽ ജനറൽ ടു സ്പെസിഫിക്, വലിയ കാര്യങ്ങളിൽ നിന്നും ചെറിയ കാര്യത്തിലേക്ക്. ആ ഒരു വലിയ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചെറിയ സൊല്യൂഷനിലേക്ക് എത്തുന്നു. ആ ഒരു മെത്തേഡാണ് ഇത് ഡിറ്റക്റ്റീവ് മെത്തേഡ്. ഡിറ്റക്റ്റീവ് മെത്തേഡിലൂടെ റീസൺ എന്താണെന്ന് കണ്ടെത്തുന്നു, പിന്നെ അത് സൊല്യൂഷനിലേക്ക് എത്തുന്നു. പിന്നെന്താ, ഇപ്പം മാത്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്യാരി ഔട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ഇക്വേഷൻസിലൂടെ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഇപ്പം ക്ലാസ്സിലൊക്കെ കാണാൻ പറ്റും, കുട്ടികളൊക്കെ മാത്സ് നല്ലതായിട്ട് അറിയാവുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തി പെട്ടെന്ന് സോൾവ് ചെയ്യുന്നു, 10 മിനിറ്റിനുള്ളിൽ സോൾവ് ചെയ്യുന്നു. അത്തരം കുട്ടികൾ കാണപ്പെടുന്ന ഇൻ്റലിജൻസ് ആണ് ഇത് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് മാത്തമാറ്റീഷ്യൻ, സയൻറ്റിസ്റ്റ് എക്സെട്ര. നമ്മൾ ഇതുവരെ നോക്കിയത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി എന്താണെന്നാണ്. ഇതാരായിരുന്നു കൊണ്ടുവന്നത്? 1983 ഹോവാർഡ് ഗാർഡ്നർ എന്ന സൈക്കോളജിസ്റ്റാണ് കൊണ്ടുവന്നത്. ഇതിൽ 9 മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഒരു ഇൻഡിവിജ്വലിനകത്തുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഓരോന്നും നമ്മൾ വിശദീകരിച്ച് ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് നമ്മൾ നോക്കിയിരുന്നു. ഇപ്പം ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.